എവരിവൺ, ഏണസ്റ്റ് അക്കാഡമി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് നമ്മൾ Q&A ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ അഗ്രികൾച്ചറിനകത്ത്, അഗ്രോണമിക്കകത്തും സോയിലിനകത്തും അതുപോലെ ഹോർട്ടിക്കകത്തും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് ക്രോപ്പിംഗ് സിസ്റ്റം. എന്തായാലും ഇതിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ്, രണ്ടല്ല അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ആദ്യം നമ്മൾ അഗ്രോണമിയിലും സോയിലിലും ഒക്കെ പഠിച്ചവരെ കാട്ടി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ക്രോപ്പിംഗ് സിസ്റ്റം നമ്മുടെ ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത് വരുന്നതാണ് ഓർച്ചാഡ്. എന്താണ് ഓർച്ചാഡ്? ഓർച്ചാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് ക്രോപ്സ്, അതായത് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പഴച്ചെടികളെ നടുന്ന ആ ഒരു തോട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിംഗ് ഏരിയ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഓർച്ചാഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാംഗോ ഓർച്ചാഡ് ഉണ്ട്, ആപ്പിൾ ഓർച്ചാഡ് ഉണ്ട്, ഗുവാവ ഓർച്ചാഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നോർത്ത് സൈഡിലൂടെ മഹാരാഷ്ട്ര സൈഡിലൂടെ പോകുമ്പോൾ കാണാം അവരുടെ തോട്ടം മൊത്തം എന്തായിരിക്കും? മാംഗോ, ഗുവ അങ്ങനെയുള്ള ഫ്രൂട്ട് ട്രീസ് മാത്രമായിരിക്കും. അതിനെയാണ് നമ്മൾ ഓർച്ചാഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പ്ലാന്റേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഓർച്ചാഡിൽ പറഞ്ഞു ഫ്രൂട്ട് ട്രീസിനെ ക്രോപ്പ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ ഓർച്ചാഡ് എന്ന് പറയുന്നു. ഇനി അടുത്ത് പ്ലാന്റേഷൻ്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ പ്ലാന്റേഷൻ എന്താണ്? സ്പൈസസിനെയും അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്പുകളെയും ചെയ്തിരിക്കുന്ന ആ ഒരു ഗാർഡനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് കോക്കനട്ട്, ടീ പ്ലാന്റേഷൻ, കാടമം പ്ലാന്റേഷൻ, അരക്കരട്ട് പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഇതിനൊക്കെ പ്ലാന്റേഷൻ ക്രോപ്പുകളെയും അതുപോലെ നമ്മുടെ സ്പൈസസിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത ആ ഒരു തോട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്, പ്ലാന്റേഷൻ ഗാർഡൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, എ ഗാർഡൻ ലാൻഡ്സ് കവേർഡ് ഓൺ ലാർജ് സ്കെയിൽ ബൈ ഫ്രൂട്ട് ക്രോപ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളല്ലേ, ഒരു ലാൻഡിൽ ഫുള്ള് ഫ്രൂട്ട് ക്രോപ്സ് ആണെങ്കിൽ ആ ലാൻഡിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഓർച്ചാഡ് എന്ന് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഓർച്ചാഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഫ്രൂട്ട് ക്രോപ്പിന് പകരം മറ്റേ പ്ലാന്റേഷനോ സ്പൈസസോ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്ലാന്റേഷൻ ഗാർഡൻ എന്ന് പറയും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് താഴെ തന്നിരിക്കുന്ന ഏതാണ് കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സൈറ്റ് ഓഫ് ഓർച്ചാഡിനെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഓർച്ചാഡ് നമുക്ക് അങ്ങും ഇങ്ങൊന്നും ചെയ്യാൻ പറ്റും, അതിന് പ്രത്യേകമായിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് വെച്ചിട്ടാണ് ഓർച്ചാഡ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമതായത് ഓപ്ഷനിൽ പറയുന്നത് ഈ ലൊക്കേഷൻ ഷുഡ് ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രൂട്ട് ഗ്രോയിങ് റീജിയൻ. നന്നായിട്ട് ഫ്രൂട്ട് എല്ലാം ഗ്രോ ചെയ്യുന്ന റീജിയൻ ആയിരിക്കണമെന്ന്. ശരിയാണേ? അതെ. രണ്ടാമതൊരു പറയുന്നത് ദ ക്ലൈമറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ടു ഗ്രോ ദ ചൂസൺ ഫ്രൂട്ട് ക്രോപ്പ്. അതായത് അവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ഫ്രൂട്ട്സിന് ഏറ്റവും അനുയോജ്യമായിരിക്കണമെന്നും. ഓക്കെ, അതും ശരിയാണ്. അടുത്ത പറയുന്നത് ദെയർ ഷുഡ് ബി മാർക്കറ്റ് ക്ലോസ് ടു ദ ഏരിയ. ആ ഏരിയ എന്തിനടുത്തായിരിക്കണം? മാർക്കറ്റുകൾക്ക് അടുത്തായിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം ഇതും ശരിയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്. അതെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് തന്നെയാണ്. അതായത് നമ്മളൊരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഓർച്ചാഡ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഓർത്തിക്കണം. നല്ലൊരു ഫ്രൂട്ട് ഗ്രോയിങ് റീജിയൻ തന്നെ ആയിരിക്കണം. അവിടെ ഫ്രൂട്ട്സിന് റൈപ്പൻ ചെയ്യാനുള്ള ഈ ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യാനുള്ള നല്ല സ്യൂട്ടബിൾ ക്ലൈമറ്റ് കാണണം. പിന്നെ എന്താ വേണം? മാർക്കറ്റ് ഏരിയ മാർക്കറ്റുമായിട്ട് അടുത്തായിരിക്കണം. അടുത്തയാണ് വിച്ച് സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ് ഈസ് നോൺ ആസ് സെപ്ച്വൽ സിസ്റ്റം. എന്താണ് സെപ്ച്വൽ സിസ്റ്റം എന്നറിയപ്പെടുന്ന പ്ലാന്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പ്ലാന്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ക്വയർ സിസ്റ്റം, ഓപ്ഷൻ ബി ഹെക്സഗണൽ സിസ്റ്റം, ഓപ്ഷൻ സി ക്യൂനെക്സ് സിസ്റ്റം, ഓപ്ഷൻ ഡി ട്രയാങ്കുലർ സിസ്റ്റം. അപ്പം നമുക്ക് ഈ ട്രയാങ്കുലർ സിസ്റ്റം നമ്മൾ കോക്കനട്ടിനകത്ത് പഠിച്ചതാണെന്ന് ഓർക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിക്കണം. 7.6 198 പ്ലാന്റ്സ്, ഇത് നിങ്ങൾ മറക്കരുത്. അതുപോലെ സ്ക്വയർ സിസ്റ്റവും ഹെക്സഗണൽ സിസ്റ്റവും എല്ലാം നമ്മൾ പഠിച്ചതാണ് ഓരോ ഫ്രൂട്ട് റേസിനകത്തും. അത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഹെക്സഗണൽ സിസ്റ്റത്തെയാണ് നമ്മൾ സെപ്റ്റ്യൂൾ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. സെപ്റ്റ്യൂൾ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഹെക്സഗണൽ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹെക്സഗണൽ സിസ്റ്റം ക്യാൻ ബി അക്കോമഡേറ്റ് അഡീഷണൽ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ട്രീസ് കമ്പയർഡ് ടു സ്ക്വയർ സിസ്റ്റം. സ്ക്വയർ സിസ്റ്റത്തെ കമ്പയർ ചെയ്യത്തോളം കുറച്ച് അധികം പ്ലാന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഹെക്സഗണൽ സിസ്റ്റത്തിൽ പറ്റും. എത്ര പെർസെൻറ്റേജ് പ്ലാന്റ്സിനെയാണ് ഹെക്സഗണൽ സിസ്റ്റത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് 15%. അതായത് സ്ക്വയർ സിസ്റ്റത്തിനേക്കാളും 15% കൂടുതൽ പ്ലാന്റ്സിനെ നമുക്ക് ഹെക്സഗണൽ സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ക്യൂനെക്സ് സിസ്റ്റം ഓഫ് പ്ലാന്റിങ്. അപ്പോൾ ക്യൂനെക്സ് സിസ്റ്റം എന്താണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ POP അത് പറയുന്നുണ്ട്. ഓരോ പ്ലാന്റേഷൻ ഗ്രൂപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വായിച്ചും പഠിച്ചും തന്നെ പോവുക. POPയുടെ അവർ പറയുന്നുണ്ട് ഏതൊക്കെ സിസ്റ്റത്തിലാണ് ഏതൊക്കെ പ്ലാന്റേഷൻ ഗ്രൂപ്പ് എവിടെയൊക്കെയാണ് വളർത്തുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നോക്കുക. അടുത്തതാണ് ക്യൂനെക്സ് സിസ്റ്റം ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ ടു സ്ക്വയർ സിസ്റ്റം. One additional plant is planted in the center of each row. അടുത്തത് the additional plant is known as filler plant. അഡീഷണൽ ആയിട്ട് വളർന്ന പ്ലാന്റ് ഫില്ലർ പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്. ദ ഫില്ലർ പ്ലാന്റ് ഈസ് യൂഷ്വലി ലേറ്റ് ബിയറിംഗ് ദാറ്റ്സ് ടോൾ സ്റ്റാച്ചു പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് കറക്റ്റ് വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് A and B ആണ്. അതായത് ഇതിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ സിമിലർ, അതായത് ക്യൂനെക്സ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ സിസ്റ്റത്തെ പോലെ സിമിലർ തന്നെയാണ്. അവിടെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ പ്ലാന്റ് പഠിഞ്ഞ പ്ലാന്റ് നമ്മൾ ഫില്ലർ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ A and B ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് Dash system of planting is followed by hilly areas having undulate topography. അപ്പം ഹില്ലി ഏരിയാസിലൊക്കെ നമ്മൾ ഏത് ടൈപ്പിലുള്ള പ്ലാന്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏത് ടൈപ്പിലാണ്? നമ്മൾ കോണ്ടൂർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാലോ വലിയ ടീ പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഹില്ലി ഏരിയാസിലെ ടീ പ്ലാന്റ്സ് ഒക്കെ കോണ്ടൂർ സിസ്റ്റമാണെന്ന് അറിയാം. നമ്മുടെ ഇറോഷനൊക്കെ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും കൂടാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? കോണ്ടൂർ സിസ്റ്റമാണ് ഹില്ലി ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സിസ്റ്റം ഓഫ് ഇത് ഫ്രൂട്ട് ട്രീസ് ആർ പ്ലാന്റഡ് അറ്റ് എ ക്ലോസർ സ്പേസിംഗ് ദാൻ ദ റെക്കമെൻഡഡ് ഫോർ ഒപ്റ്റിമം മാക്സിമം ഈൽഡ്. അപ്പം നമുക്ക് ചോദിച്ചതെന്ന് ഏത് ടൈപ്പിലുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുപ്പിച്ച് ചെടികൾ നടുന്നതല്ലേ പ്ലാന്റ് ക്ലോസർ സ്പേസിങ്ങിൽ അടുത്ത ഒരു സ്പേസിങ്ങോട് കൂടി നമ്മൾ പ്ലാന്റ്സിനെ നമ്മൾ നടുന്നത് ഏത് ടൈപ്പിലുള്ള സിസ്റ്റം ആണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കോണ്ടോർ ആണോ, ഹൈ ഡെൻസിറ്റി ആണോ, ഇന്റർക്രോപ്പിംഗ് ആണോ, ക്യൂനെക്സ് സിസ്റ്റം ആണോ? ഏതാണ് ആൻസർ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണ്. ഏതാണ്? ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണ്. അതായത് ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. നമ്മുടെ കോക്രണിനകത്ത് പറയുന്നുണ്ട് CPCRA റിലീസ് ചെയ്ത ഒരു മെത്തേഡ് കണക്കെ അത് നോക്കിയിട്ട് തന്നെ പോകണം. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൻ്റെ ഹൈ ഡെൻസിറ്റി മൾട്ടി ലെവൽ സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് POPയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോകണം. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് വെച്ച് നമ്മളൊരു എല്ലായിടത്തും ഒരേ ഏരിയ ആയിരിക്കും. പക്ഷേ ഹൈ ഡെൻസിറ്റി പ്ലാന്റിൽ കുറച്ചും കൂടി സ്പേസ് കുറച്ചിട്ട് പ്ലാന്റ്സിനെ ഒരു കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം ഏരിയ തന്നെ ആയിരിക്കും, പക്ഷേ സ്പേസിങ് കുറച്ചുകൊണ്ട് കുറച്ചും കൂടി പ്ലാന്റ്സിനെ അവർ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻകറക്റ്റ് പെയർ കണ്ടത്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് പെയർ? ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ബനാന, കോണ്ടൂർ സിസ്റ്റം ടീ, ക്യൂനെക്സ് സിസ്റ്റം ഫില്ലർ പ്ലാന്റ്. അപ്പം ഇത്രയും നമുക്കറിയാലേ. അപ്പോൾ എന്തായാലും ഹൈ ഡെൻസിറ്റി പ്ലാന്റ് ബനാനയിൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഇവിടുത്തെ ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. അപ്പോൾ ഹൈ ഡെൻസിറ്റി പ്ലാന്റ് ബനാന ശരിയാണ്. അടുത്ത കോണ്ടൂർ സിസ്റ്റം നമുക്കറിയാലേ, ടീ പ്ലാന്റ് ഹില്ലി ഏരിയസിലൊക്കെ ടീ കൾട്ടിവേഷൻ ഉണ്ട്, അവിടെ കോണ്ടൂർ സിസ്റ്റമാണ്. അപ്പോൾ അത് ശരിയാണ്. അടുത്തതാണ് ക്യൂനെക്സ് സിസ്റ്റം. നമ്മൾ മുമ്പ് പറഞ്ഞു ക്യൂനെക്സ് സിസ്റ്റം നടുവിലത്തെ പ്ലാന്റിനെ നമ്മൾ ഫില്ലർ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ ഏതാണ്? നൺ ഓഫ് ദി എബവ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇങ്ങനെ നിങ്ങളുടെ എക്സാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ABCD 4 ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻസുകളെ എലിമിനേറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ഇനിയുള്ള സമയം മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പോവുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ കിട്ടാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ മാക്സിമം നമ്മൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് മൾച്ചിങ്ങിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. ഇറ്റ് ഈസ് സോയിൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കവറിങ് ദ സോയിൽ അറൗണ്ട് ദ പ്ലാന്റ് വിത്ത് ഡ്രൈ ലീവ്സ് ഏതർ ഓർഗാനിക് മെറ്റീരിയൽ ഹെൽപ്പ് ടു കൺസേർവ് അവൈലബിൾ സോയിൽ മോയ്സ്ചർ ആൻഡ് സപ്രസ് വീഡ് ഗ്രോത്ത് ആൻഡ് ടു സോയിൽ ഇറോഷൻ. ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അതായത് നമുക്കറിയാം മൾച്ചിങ് പുതയിടുക എന്ന് പറയല്ലേ, നമ്മളിപ്പോൾ ഒരു ക്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് മൾച്ചിങ് ചെയ്യും. മൾച്ചിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൺലൈറ്റ് ആ ക്രോപ്പിന് അടിക്കാതെ നമുക്ക് ട്രാൻസ്പിറേഷൻ വെച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ മൾച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ലീവ്സ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനും മൾച്ചിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നതാണ് ഓൾ ഓഫ് ദീസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് ക്രോപ്പിംഗ് മെത്തേഡ് 2 or more crops are cultivated in the interspaces of a main crop utilizing same area. നോക്കിക്കേ, 2 or more crops cultivated in the interspaces of main crop utilizing the same area.
നമ്മൾ പഠിച്ചു ഇന്റർക്രോപ്പിംഗ് അല്ലേ, ഇന്റർക്രോപ്പിംഗും ഉണ്ട്, പിന്നെ ഉണ്ട് മിക്സഡ് ക്രോപ്പിംഗും ഉണ്ട് അല്ലേ. അപ്പം ഇന്റർക്രോപ്പിങ്ങിനെയാണ് ഇവിടെ പറയുന്നത്. ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഇന്റർ സ്പേസസിൽ, ഒരു പെർട്ടിക്കുലർ റോസ് അല്ലെങ്കിൽ ഒരു റോ അറേഞ്ച്മെൻറ്റിൽ പ്ലാന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്ത് നമ്മൾ ഇന്റർ സ്പേസിങ് എന്ന് പറയുന്നുണ്ട്. ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദ ഇന്റർ സ്പേസ് ഓഫ് മെയിൻ ക്രോപ്പ് യൂട്ടിലൈസ് ഇൻ ദ സെയിം ഏരിയ. ഇതിൻ്റെ ആൻസർ വരുന്നതാണ് ഇന്റർ ക്രോപ്പിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രെയിനിങ് ടെക്നിക്സ്. ഇതിനകത്ത് നമ്മൾ ട്രെയിനിങ് ടെക്നിക്സ് അല്ലാത്ത ഏതാണെന്ന്. സെൻട്രൽ ലീഡർ സിസ്റ്റം, കോഡോട്ട് സിസ്റ്റം, പിഞ്ചിങ് സിസ്റ്റം, നിഫ്വിൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് പിഞ്ചിങ് ആണ്. പിഞ്ചിങ് യൂസ് ചെയ്യുന്ന ഇവരുടെ മാരിഗോൾഡിലാണ് പിഞ്ചിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണ് ട്രെയിനിങ് സിസ്റ്റം അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഞ്ചിങ് സിസ്റ്റമാണ് ട്രെയിനിങ് സിസ്റ്റം അല്ലാത്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് training the ornamental plants to different shape like cylindrical, rectangular or resembling shape of animal or birds called. അതായത് നമുക്കൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, ആ പ്ലാന്റിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് പുഷിയാക്കാം, വേണമെങ്കിൽ ആനയുടെ രൂപമാക്കാം അല്ലെങ്കിൽ കുതിരയുടെ രൂപമാക്കാം, ഏത് രൂപത്തിലോട്ട് വേണമെങ്കിലും ആ ഒരു പ്ലാന്റിനെ മാറ്റുന്നതിനാണ് നമ്മൾ ടോപ്പിയാരി എന്ന് പറയുന്നത്. ടോപ്പിയാരി എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിയാരി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ടെക്നിക്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ട്രെയിനിങ് ടെക്നിക്സ് ഏതാണെന്ന്. പിഞ്ചിങ് ആണോ, ഹെഡിങ് ബാക്ക് ആണോ, ഡിസ്ബഡിങ് ആണോ, ഓപ്പൺ സെൻറ്റർ ആണോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്പൺ സെൻറ്റർ ആണ് ഒരു ട്രെയിനിങ് ടെക്നിക്സ് എന്നത്. ഓപ്പൺ സെൻറ്റർ നമ്മുടെ സിലബസിനകത്ത് എടുത്തവർ നമ്മുടെ ഗ്രേപ്സിൻ്റെ കൾട്ടിവേഷൻ മെത്തേഡുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ ഓപ്പൺ സെൻറ്റർ, നിഫിന്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ വരുന്നതാണ്. അപ്പം അതൊന്ന് നോക്കിയിട്ട് തന്നെ എല്ലാവരും പോവുക. അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ Q&A സെക്ഷനാണ്. അപ്പം ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് എന്നേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലവർ പെട്ടെന്ന് തന്നെ പോയിരുന്ന് പഠിച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അഗ്രികൾച്ചർ ഗ്രേഡ് 2ൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഇതുവരെ കോഴ്സിന് ജോയിൻ ചെയ്യാത്തവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുമാണെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.